നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡോക്ടർ മോഹൻ വർഗീസ്. ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിനൊരുങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്നുള്ള ചാനലുകളിലെ മുഖ്യ ദൃശ്യം. ഇന്നലെ പാരീസിലെ ഈഫൽ ടവറിൽ രണ്ട് പതാകകൾ പാറിക്കളിക്കുന്നു. ഒന്ന് ഇസ്രായേലിൻ്റേത്, മറ്റൊന്ന് പലസ്തീൻ രാഷ്ട്രത്തിൻ്റേത്. അതിന് മുകളിൽ സമാധാനത്തിൻ്റെ ഒരു വെള്ളരിപ്രാവ്. പിന്നീട് കൃത്യമായി ഫ്രാൻസ് തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുന്നു. ഇന്ന് ന്യൂയോർക്കിൽ വെച്ച് മാക്രോൺ പറയുന്നു, പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ പിന്തുണ മാത്രമല്ല, ഈ രാഷ്ട്രം യാഥാർത്ഥ്യമായി കാണാനുള്ള രാജ്യങ്ങളുടെ കൂട്ടായ ശ്രമത്തിന് തങ്ങളിനി നേതൃത്വം കൊടുക്കുമെന്ന്. അപ്പോൾ പലസ്തീൻ രാഷ്ട്രം എന്ന സങ്കല്പത്തിലേക്ക് ഫ്രാൻസ് കൂടുതൽ ശക്തമായി നിലപാട് വ്യക്തമാക്കുക മാത്രമല്ല, അത് യാഥാർത്ഥ്യമാക്കുന്ന ഒരു സുദിനത്തിലേക്ക് ഫ്രാൻസ് ഇപ്പോൾ ഏറെ നേതൃശക്തിയോടെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. മറുവശത്ത് ഒരു ദിവസം മുൻപ് നമ്മൾ കേട്ടു, UK, കാനഡ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകണമെന്ന നിലപാടിൽ അവർ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചു. എന്നാൽ മറുവശത്ത് ഇസ്രായേൽ തങ്ങളുടെ ഉറച്ച നിലപാട് ഇപ്പോഴും തുടരുകയാണ്. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മറ്റൊരു രാഷ്ട്രവാദം ഞങ്ങൾ അംഗീകരിക്കില്ല. ഇത് വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഘടകമാണ്. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്ന വെസ്റ്റ് ബാങ്ക് എന്ന പ്രദേശം ഞങ്ങൾ പൂർണ്ണമായി കീഴടക്കുമെന്ന് നെതന്യാഹു ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ലോകം ഒന്നടങ്കം ഇരച്ചു വന്നാലും തങ്ങളിതിൽ നിന്ന് പിന്നോക്കം പോകില്ല എന്ന് വ്യക്തമാക്കുന്ന ഇസ്രയേൽ സെപ്റ്റംബർ 29 അമേരിക്കൻ പ്രസിഡൻറ്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇസ്രയേൽ തങ്ങളുടെ അന്തിമ നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ നെതന്യാഹു പറയുന്നത്. പക്ഷേ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കം ഇപ്പോൾ ഇസ്രയേൽ ശക്തമാക്കിയിരിക്കുന്നു. കിഴക്കൻ ജെറുസലേമിൻ്റെ ചില ഭാഗങ്ങൾ ഇതിനകം തന്നെ ഇസ്രയേൽ തങ്ങളുടെ പരിപൂർണ നിയന്ത്രണത്തിലാക്കി. എന്താണ് ഇസ്രയേലിൻ്റെ ഈ മുന്നേറ്റം സൂചിപ്പിക്കുന്നത്? ആദ്യമായി പടിഞ്ഞാറൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ സഖ്യകക്ഷികൾ, യൂറോപ്യൻ യൂണിയൻ ഒന്നടങ്കം ഒരു കൊടുങ്കാറ്റ് പോലെ ഇസ്രായേലിന് നേർക്ക് ആർത്തിരമ്പി വരുമ്പോൾ ഇസ്രായേൽ ഇവിടെ മുട്ടുകുത്തുമോ? ഭൗമരാഷ്ട്രീയം വല്ലാതെ കലങ്ങി മറിഞ്ഞിരിക്കുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ടേണാണ് അമേരിക്കയുടെ ഒപ്പം നിന്ന നെയ്റ്റോ സഖ്യകക്ഷികളുടെ സിംഹഭാഗവും ഫ്രാൻസും ബ്രിട്ടനും ഇറ്റലിയും ജർമ്മനിയും ഉൾപ്പെടെ. ഇറ്റലിയും ജർമ്മനിയുമാണ് ഇപ്പോഴും ഒരു സ്വല്പം മയത്തിൽ നിൽക്കുന്നത്. ഫ്രാൻസും ബ്രിട്ടനും ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ വീറ്റോ അധികാരമുള്ള സ്ഥിരാംഗങ്ങളാണ്. ഇവരെല്ലാം തന്നെ കഴിഞ്ഞ 2-3 ആഴ്ചക്കുള്ളിൽ പലസ്തീനിയൻ ഐക്യദാർഢ്യം മറ്റെന്നത്തേക്കാൾ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച. അതിനെ വായിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആൻഡ് അമേരിക്ക ആർ ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ഐസൊലേറ്റഡ് ഫ്രം ദ വേൾഡ് സ്കീം ഓഫ് തിങ്സ്. അതെങ്ങനെയാണ് വിശദീകരിക്കുക? ഇവിടെയാണ് ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് യൂണിറ്റി, അതിൽ വിള്ളലുകൾ വീഴുന്നുവോ? ഇതെപ്പോഴും അമേരിക്ക എടുക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് ബ്രിട്ടനും ഫ്രാൻസും യൂറോപ്യൻ രാജ്യങ്ങളും അംഗീകരിക്കുക, ഇതായിരുന്നു പതിവ്. ഇപ്പോഴിതാ ട്രംപിന്റെ വ്യാപാര യുദ്ധം എല്ലാം തുടങ്ങി ഒരു പ്രത്യേക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ യൂറോപ്പ് ഇതൊരു ആവിഷ്കാരം, തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ഗതകാല പ്രതാപമുണ്ട്. ഇത് പൂർണ്ണമായി തിരിച്ചു പിടിക്കാനാവില്ല എങ്കിലും ലോക രാഷ്ട്രീയത്തിൽ തങ്ങളുടെ അഭിപ്രായവും മുഴങ്ങി കേൾക്കേണ്ടതുണ്ട്. ഇതൊരു ജസ്റ്റ് കോസ് എന്നാണ് ബ്രിട്ടൻ പറയുന്നത്, കാവ്യനീതി. തങ്ങൾക്ക് 100 വർഷം മുൻപ്, 108 വർഷം മുൻപ് ബാൽഫോർ ഡിക്ലറേഷനിൽ തങ്ങൾ ബീജാപാപം നടത്തിയ ആ ഒരു സങ്കല്പം ഒരു രാഷ്ട്രമായി 1948 സംഭവിച്ചപ്പോഴും തങ്ങൾക്ക് ഒരു പലസ്തീൻ രാഷ്ട്രം സാധ്യമാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് ബ്രിട്ടന്റെ ഒരു സ്വകാര്യ ദുഃഖമായി ഇപ്പോൾ KR സ്റ്റാർമർ എന്ന പ്രധാനമന്ത്രി, ഡേവിഡ് ലാമി എന്ന വിദേശകാര്യമന്ത്രി എണ്ണി പറയുന്നു. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന പ്രമാണമനുസരിച്ച് ബ്രിട്ടീഷുകാർ അന്ന് സാധിക്കാതെ പോയ തങ്ങളുടെ ഒരു ചരിത്രപരമായ ദൗത്യം വൈകിയെങ്കിലും തങ്ങൾ അതിനോടൊപ്പം നിൽക്കുന്നു. അതുകൊണ്ട് വ്യക്തമായി കഴിഞ്ഞ ദിവസം ഒരു ഡെഡ് ലൈൻ കൊടുത്തിരുന്നു. KR സ്റ്റാർമറും ബ്രിട്ടീഷ് ഭരണകൂടവും വ്യക്തമായി ഡെഡ് ലൈൻ കൊടുത്തിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനം ന്യൂയോർക്കിൽ ആരംഭിക്കുന്നതിന് മുൻപ് ഇസ്രായേൽ വെടിനിർത്തണം, ഗസയിലെ ബന്ദികൾ
മോചിപ്പിക്കപ്പെടണം. ഇസ്രായേലി ബന്ദികൾ ജീവനോടെയുള്ള 20 പേരെങ്കിലും മോചിപ്പിക്കപ്പെടണം. ഇത് രണ്ട് കൂട്ടരും ഇത് പാലിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ തങ്ങൾ പലസ്തീൻ രാഷ്ട്രം, ഹമാസിനെ അല്ല, പലസ്തീൻ രാഷ്ട്രം, ഇവിടെയാണ് പ്രധാനം. നോബഡി അക്നോളജസ് ആൻഡ് അക്സെപ്റ്റ്സ് ഹമാസ്. ഹമാസ് അല്ല, പലസ്തീൻ. അതായത് ഇവിടെയുള്ള ഒരു വലിയ കുഴപ്പം, നമ്മുടെയൊക്കെ മലയാളികൾ ഉൾപ്പെടെ ഈ വിഷയത്തെ കാണുന്നത് ഹമാസ് ആണ് പലസ്തീൻ എന്ന് വിചാരിക്കുന്നിടത്താണ് പ്രശ്നപരിഹാരം സാധിക്കാതെ പോകുന്നത്. ഹമാസ് എന്നത് പല പലസ്തീൻ സംഘടനകളിൽ ഒന്നാണ്. ഗാസയിൽ വേരുകളുള്ള 2007 തെരഞ്ഞെടുക്കപ്പെട്ട സംഘടന, പക്ഷെ അതിനുശേഷം തെരഞ്ഞെടുപ്പില്ല. അപ്പൊ ഗാസയെ മാത്രം നിർത്തിക്കൊണ്ട് പലസ്തീനെ അംഗീകരിക്കാനാവില്ല. അതുകൊണ്ടാണ് മഹ്മൂദ് അബ്ബാസ്, പലസ്തീനിയൻ അതോറിറ്റിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, സ്ഥാനീയൻ മഹ്മൂദ് അബ്ബാസ് പറഞ്ഞത് ഹമാസ് എന്ത് നിലപാടെടുക്കുന്നു എന്നത് ഞങ്ങൾക്ക് പ്രസക്തമല്ല, പലസ്തീനിയൻ രാഷ്ട്രം, അതുകൊണ്ട് ഹമാസ് ആയുധം താഴെ വയ്ക്കണം, ചർച്ചയ്ക്കുള്ള വഴി ഒരുക്കണം. അതുകൊണ്ട് വിശാല പലസ്തീൻ, വെസ്റ്റ് ബാങ്ക്, ഗാസ ആൻഡ് ഈസ്റ്റ് ജെറൂസലേം, അങ്ങനെ കിഴക്കൻ ജെറൂസലേം അല്ലെ ജെറൂസലേം നഗരം കേന്ദ്രമാക്കിക്കൊണ്ട്, തലസ്ഥാനമാക്കിക്കൊണ്ട് സ്വതന്ത്ര പരമാധികാര പലസ്തീൻ. ഇതാണ് ഇപ്പോൾ ഉരുത്തിരിച്ചു വരുന്ന ഫോർമുല. പക്ഷേ നമുക്കറിയാം, ജനറൽ അസംബ്ലി പ്രസംഗ മത്സരത്തിനുള്ള ഒരു വേദി മാത്രമാണ്. അത് മാർക്കിടാൻ വേണ്ടി വേണമെങ്കിൽ കാഴ്ചക്കാർക്ക് വേണമെങ്കിൽ പേനയും പെൻസിലുമായി ഇരിക്കാം, മാർക്കിടാം. ആരാണ് ഭംഗിയായി പലസ്തീൻ കോസ് അവതരിപ്പിക്കുന്നത്? 193 അംഗ ജനറൽ അസംബ്ലിയിൽ നിലപാട് വ്യക്തമാക്കിയ 148 രാജ്യങ്ങൾ പലസ്തീൻ അനുകൂല കോസാണ്. ഇന്ത്യ ഉൾപ്പെടെ ഒരു 10 രാജ്യങ്ങൾ കൂടി ആ ബാൻഡ് വാഗണിൽ ഇപ്പോൾ ചേർന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ. കേവലം 10 രാജ്യങ്ങൾ, അമേരിക്കയും ഇസ്രായേലും അർജന്റീനയും ഉൾപ്പെടെ കേവലം 10 രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകണ്ട എന്ന് വാദിക്കുന്നത്. അപ്പൊ ഇവിടെ ലോക അഭിപ്രായം രൂപീകരിക്കുന്ന വേദിയായി ഐക്യരാഷ്ട്രസംഘടന മാറും. പക്ഷെ അഭിപ്രായ രൂപീകരണത്തിൽ എന്താണ് കാര്യം? ഒരു പരമാധികാര രാഷ്ട്രം സാധ്യമാകണമെങ്കിൽ അമേരിക്ക ഉൾപ്പെടെ ഈ രാജ്യത്തെ അംഗീകരിക്കണം, ഇസ്രായേൽ അംഗീകരിക്കണം, ഇസ്രായേലിനെ പലസ്തീനും അംഗീകരിക്കേണ്ടി വരും. അതിനുള്ള വഴി ഒരുക്കുമോ ഐക്യരാഷ്ട്രസംഘടനയുടെ സമ്മേളനം? ഇതാണ് ചോദ്യം. മറുവശത്ത് ഇന്നലെ മക്രോൺ ഈ നിലപാട് വ്യക്തമാക്കുമ്പോൾ അദ്ദേഹത്തിന് തൊട്ടരികിൽ മുഹമ്മദ് അബ്ബാസ് എന്ന പലസ്തീനിയൻ നേതാവ് നിൽക്കുന്നു. അങ്ങ് പറയുന്നത് പൂർണ്ണമായി അംഗീകരിക്കാം. പക്ഷേ ഹമാസ് ഗാസ മുനമ്പിൽ പിടിമുറുക്കിയതിന് സമാനമായി വെസ്റ്റ് ബാങ്കിൻ്റെ നിയന്ത്രണവും ഇത്തരം ഭീകര സംഘടനകൾ ഏറ്റെടുക്കില്ലേ എന്ന സംശയം സ്വാഭാവികമായി ഇസ്രായേലിനുള്ളതുപോലെ തന്നെ ലോകത്തിൽ പല മനുഷ്യരുടെ മനസ്സിലും ഉണ്ടാകാം. ഇസ്രായേൽ മുന്നോട്ട് എന്തുകൊണ്ട് വെസ്റ്റ് ബാങ്കിൻ്റെ കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കുന്നു എന്നതിന് നിരവധി ചരിത്ര സത്യങ്ങൾ നിരത്തുന്നുണ്ട്. 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമാകുമ്പോൾ ആ കുഞ്ഞൻ രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ഒത്തുകൂടി അറബ് രാജ്യങ്ങൾ ചേർന്നൊരുക്കിയ ആക്രമണത്തിൽ പിടിച്ചു നിന്ന ഇസ്രായേലിന് പക്ഷേ അന്ന് വെസ്റ്റ് ബാങ്ക് ജോർദാൻ്റെ കയ്യിൽ പൂർണ്ണമായി ചെന്നകപ്പെടുന്ന ഒരു ദയനീയ ദുഃഖം. പിന്നീട് അത് തിരുത്തുന്നത് 1967 6 ദിന യുദ്ധത്തിലാണ്. അന്ന് വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായി പിടിച്ചെടുത്ത ഇസ്രായേൽ പിന്നീട് ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് വെസ്റ്റ് ബാങ്കിന് മിതമായ തോതിലെങ്കിലും ഒരു സ്വയംഭരണ അനുമതി നൽകിയത്. അന്ന് 3 പ്രവിശ്യകളായി വെസ്റ്റ് ബാങ്കിനെ തിരിച്ച് ഇസ്രായേൽ അവിടെ ഒരു സിവിൽ ഭരണം അതിനുള്ള അനുമതി നൽകുന്നു. പക്ഷേ പ്രതിരോധം പൂർണ്ണമായി അന്നും ഇന്നും ഇസ്രായേൽ IDFൻ്റെ കയ്യിൽ, തങ്ങളുടെ പ്രതിരോധ സേനയുടെ കയ്യിൽ നിലനിർത്തുന്നു. ഇസ്രായേൽ വലിയൊരു വിശ്വാസത്തിൻ്റെ ഒരു അടിത്തറ കൂടി പകരുന്നുണ്ട് വെസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ച്. 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ യഹൂദന്മാർ പിന്നീട് ജോർദാൻ നദിക്കരയിൽ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ദൃശ്യമാകുന്ന ആ പർദീസ, ഹെർബോൺ താഴ്വരയുടെ താഴെ നിന്നുത്ഭവിച്ച ഒരു നീരുറവ, അത് ജോർദാൻ നദിയായി പിന്നീട് ജോർദാനിലേക്ക് ചേരുകയും അനേക കൈവഴികളിലൊന്ന് മനോഹരമായ ജോർദാൻ്റെ പടിഞ്ഞാറൻ കര, അവിടെ വളരെ ഫലഭൂയിഷ്ടമായ ഒരു പ്രദേശം, അത് ദൈവം തങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്ത വാഗ്ദത്ത ഭൂമിയാണ് എന്ന് അന്നും ഇന്നും യഹൂദർ വിശ്വസിക്കുന്നു. പിന്നീട് ജോർദാൻ നദി കടന്ന് നദി ഇരുഭാഗങ്ങളിലേക്ക് വിണ്ടുകീറി ആ വരണ്ട പ്രതലത്തിലൂടെ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടുന്ന ആ മണ്ണിലേക്കാണ് അന്ന് വിശ്വാസികൾ കടന്നു കയറിയത്. പിന്നീട് തങ്ങളുടെ രാഷ്ട്രം, തങ്ങളുടെ മണ്ണ് അതാണെന്ന് അവരുടെ മനസ്സിൽ അവർ നിശ്ചയിച്ചുറപ്പിച്ചു. കാലാന്തരത്തിൽ ചിതറിയ യഹൂദർ പിന്നീട് തങ്ങളുടെ ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങി വരുമ്പോൾ ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ കരയായിരുന്നു അവർ അന്ന് ബ്രിട്ടനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇന്നും ഒരു പൊട്ടുപോലെ വെസ്റ്റ് ബാങ്ക് എന്ന 2500 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഇസ്രായേൽ മെയിൻ ലാൻഡിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. അത് ഈ പടിഞ്ഞാറൻ ഭാഗത്തെ ഏറ്റവും സുന്ദര പ്രദേശമാണ്, ജോർദാൻ്റെ നദിക്കരയാണ്.
ഇത് തങ്ങൾ വിശ്വാസപരമായി സാംസ്കാരികമായി ഒരു കാലത്തും വിട്ടുകൊടുക്കില്ല എന്നതാണ് ഇസ്രായേൽ നിലപാട്. അതിൽ അവർ വിശ്വാസം കലർത്തുന്നു, മറിച്ച് ചരിത്രപരമായ ചില സത്യങ്ങൾ അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ഇത്തരം നിലപാടുകൾക്ക് സാധുതയുണ്ടോ? വിശ്വാസവും ചരിത്രവും സംസ്കാരവും എല്ലാം കൂടിച്ചേർന്ന ഒരു പ്രഹേളികയാണ് ബിബ്ലിക്കൽ ലാൻഡിൻ്റെ പ്രധാന ഭാഗമായ ബെത്ലഹേം ഉൾപ്പെടുന്ന വെസ്റ്റ് ബാങ്ക്, ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ തീരം. നേരത്തെ ശ്രീ സോയ്മോൻ പറഞ്ഞതുപോലെ വിശാല ട്രാൻസ്ജോർഡന്റെ ഭാഗമായി അത് കണ്ടു നിൽക്കേണ്ടി വന്ന ദുഃഖാർത്തരായ ഇസ്രായേൽ, ഏറ്റവും അധികം ഇസ്രായേൽ സയനിസ്റ്റ് മൂവ്മെന്റ് ഏറ്റവും അധികം ആഗ്രഹിച്ചതും ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്കുണ്ടായ സ്ഥലങ്ങൾ തങ്ങൾക്ക് രാഷ്ട്രമായി ലഭിക്കണം. ഗാസ എപ്പോഴും മാറി നിന്ന സ്ഥലമാണ്. ഗാസയല്ല ഈ ഹൃദയഭൂമി. ഗാസ യഥാർത്ഥത്തിൽ ഗോലിയാത്തിന്റെ സ്ഥലമാണ്. ഇസ്രായേൽ മക്കളെ അല്ലെങ്കിൽ ജൂതന്മാരെ എപ്പോഴും വെല്ലുവിളിച്ചു നിന്ന മറ്റൊരു വംശീയ ഗ്രൂപ്പായിരുന്നു ഫിലിസ്റ്റീൻസ്. ഇപ്പൊ ഫിലിസ്തീനായ ഗോലിയാത്ത് എന്നാണല്ലോ പറയുക. അപ്പൊ അതെപ്പോഴും ആ ചരിത്രപരമായ സഹസ്രാബ്ദങ്ങൾ നീണ്ടുനിന്ന ആ റൈവലറി പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അത് ഗാസയുടെ കാര്യം. പക്ഷേ മറ്റേതങ്ങനെയല്ല. വെസ്റ്റ് ബാങ്ക് അങ്ങനെയല്ല. വെസ്റ്റ് ബാങ്ക് ഏത് വിധേനയും ഇസ്രായേലി സ്വാധീന മേഖലയാക്കാൻ എല്ലാ ശ്രമങ്ങളും ഇസ്രായേൽ നടത്തി. 67 യുദ്ധത്തിൽ, 6 ദിന യുദ്ധത്തിൽ ആ ഭാഗം ട്രാൻസ്ജോർഡാനിൽ നിന്നും പിടിച്ചെടുക്കുകയും അവിടെ പരിമിത അധികാരമുള്ള ഒരു സർക്കാർ, ഇസ്രായേലിന്റെ നിയന്ത്രണമുള്ള ഒരു ഭാഗം, 3 ABC കാറ്റഗറിയായി വെസ്റ്റ് ബാങ്കിനെ തിരിക്കുമ്പോഴും അവിടെ ഇസ്രായേലി കിബുട്സുകൾ, ഇസ്രായേലി വാസ ഇടങ്ങൾ 264 എണ്ണം സ്ഥാപിക്കുകയാണ്. അങ്ങനെ എൻക്രോച്ച്മെന്റ്, അപ്പോൾ അധിനിവേശത്തിന്റെ പുതിയ 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 പന്ഥാവുകൾ ഇസ്രായേൽ തേടുകയാണ്. അതിന് അധിനിവേശം എന്ന് പറയേണ്ടി വരും, കാരണം അത് രാഷ്ട്രീയ ഭാഷയിൽ അത് അധിനിവേശമാണ്. അതേസമയം ഇസ്രായേലിന്റെ വിശാല ആവിഷ്കാരത്തിന്റെ ഭാഗവുമാണ്. ഇത് ഭാവിയിലും തുടരും എന്ന ഒരു സന്ദേശമാണ് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അതുകൊണ്ട് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് സ്വതന്ത്ര പരമാധികാര പലസ്തീൻ ഈ ഗാസയിൽ ഉള്ളതുപോലെ അല്ല വെസ്റ്റ് ബാങ്കിനെ. അതുകൊണ്ട് ഹൈഫനേറ്റഡ് ഗാസ ആൻഡ് വെസ്റ്റ് ബാങ്ക് കാണുന്നത് ഇസ്രായേൽ അതിനെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ ഇസ്രായേലിന്റെ തന്നെ സൃഷ്ടിയായ ഹമാസ്, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അതിശക്തമായിരുന്നു. വലിയ ഇന്റർനാഷണൽ ഗുഡ്വിൽ, ഇന്ത്യ ഉൾപ്പെടെ വലിയ ചങ്ങാത്തത്തിലായിരുന്നു യാസർ അറഫത്തുമായി. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് യാസർ അറഫത്തും ഇന്ദിരാഗാന്ധിയും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. മോദിയും ട്രംപും ചങ്ങാതിമാരാണെന്ന് പറയുന്ന പോലെ അല്ല. ആ കോസിനോടൊപ്പമായിരുന്നു ഇന്ത്യ. അന്ന് ഇസ്രായേലുമായി കാര്യമായി ബന്ധമുണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടം ഒന്ന് പുനരുജ്ജീവിപ്പിച്ചു കഴിഞ്ഞാൽ പലസ്തീനിൽ വലിയ രീതിയിലുള്ള കവികൾ ഉണ്ടായിട്ടുണ്ട്, സാഹിത്യകാരന്മാരുണ്ടായിട്ടുണ്ട്. അതൊന്നും തന്നെ ഗാസ മാത്രമല്ല, അവിടെ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെയുണ്ട്. ഇന്ന് വെസ്റ്റ് ബാങ്കിന്റെ കണ്ണായ സ്ഥലങ്ങളെല്ലാം തന്നെ ഇസ്രായേലി സെറ്റിൽമെന്റ്സ് ആണ്. ഏതാണ്ട് 60% ഭാഗവും ഡിഫാക്ടോ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലോ ഇസ്രായേലി അധിനിവേശത്തിലോ ആണ്. അവിടെ ലോക രാഷ്ട്രീയത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? ഫ്രാൻസ് ഉൾപ്പെടെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്വതന്ത്ര പരമാധികാര പലസ്തീനിൽ പൊട്ടുപൊട്ടുകളായി ആദ്യവും, പിന്നീട് വലിയ വലിയ പാച്ചുകളായും, പിന്നീട് വലിയ ഭൂവിഭാഗങ്ങളായും ഈ പറയുന്ന വെസ്റ്റ് ബാങ്കിന്റെ മണ്ണ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ഒരു ഭൂമി എങ്ങനെയാണ് പലസ്തീനിയൻസ് ലഭിക്കുക? ഗാസ ഇപ്പോഴും ഒരു ഖണ്ഡം തന്നെയാണ്, പക്ഷെ വെസ്റ്റ് ബാങ്ക് പല 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 ഖണ്ഡങ്ങളായി ചിതറി നിൽക്കുന്നു. പക്ഷെ അവിടെ ഒരു ചരിത്ര വസ്തുത നിൽക്കുന്നു. 1949-നും 67-നും ഇടയിൽ ജോർദാൻ ഒട്ടേറെ ആനുകൂല്യങ്ങൾ നൽകി ധാരാളം സെറ്റിൽമെൻറ്റുകൾ, അന്ന് പലസ്തീനികളായ ആളുകൾ മാത്രമല്ല ജോർദാനിയൻസും വെസ്റ്റ് ബാങ്കിൽ കുടിയേറിയിരുന്നു. ഇന്ന് വെസ്റ്റ് ബാങ്കിലെ പോപ്പുലേഷൻ ഏകദേശം 27 ലക്ഷമാണ്. അതിൽ 7 ലക്ഷം ഇസ്രയേലികളും 20 ലക്ഷത്തോളം പലസ്തീനികളുമാണ്. അപ്പോൾ ആ ഒരു ഭൗമ രാഷ്ട്രീയം അന്നേ കൊഴിഞ്ഞു മറിഞ്ഞതല്ലേ? അത് ഇസ്രായേൽ അധിനിവേശം മാത്രമല്ല, മറ്റ് ജോർദാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഒരു അധിനിവേശത്തിൻ്റെ കഥയും വെസ്റ്റ് ബാങ്കിന് പറയാനുണ്ട്. മറ്റൊന്ന്, ഇസ്രായേൽ പിന്നീട് സമാധാന കരാർ ജോർദാനുമായി ഒപ്പുവെക്കുമ്പോൾ, ഈജിപ്തുമായി ഒപ്പുവെക്കുമ്പോൾ അവരൊന്നും വെസ്റ്റ് ബാങ്കിൻ്റെ ഒരു സമ്പൂർണ്ണ മോചനം ആഗ്രഹിച്ചിരുന്നില്ല. ഈജിപ്തിന് സീനായി മേഖല വിട്ടുകൊടുക്കുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു കരാർ. അന്ന് ഈജിപ്റ്റ് തങ്ങളുടെ ഒരു സംരക്ഷണം മാത്രമാണ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത്. പലസ്തീൻ എന്ന രാഷ്ട്രവാദം ഇത്തരം സമാധാന കരാറുകളുടെ ഒന്നും ഒരു ഉപാധിയായി ഉയർന്നു വന്നിരുന്നില്ല. അന്ന് ഇസ്രായേലിനെ കൂട്ടമായി ആക്രമിച്ച അറബ് രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രവാദം ഉയർത്തി ഇസ്രായേലിനോട് വ്യക്തമായ ഒരു ചർച്ചയും ആ കാലഘട്ടത്തിൽ നടത്തിയിരുന്നില്ല. 1994 ഈജിപ്തുമായുള്ള കരാർ,
പിന്നീട് ജോർദാനുമായി ആദ്യ കരാർ 1969 പിന്നീട് 74 കരാർ കൂടുതൽ വിപുലമാക്കി. പിന്നീട് 1982 വീണ്ടും പുതിയ കരാറുകളിലേക്ക്, സുരക്ഷാ കരാറുകളിലേക്ക് വരുമ്പോൾ അവിടെയൊന്നും ഇസ്രായേലിനോട് ഒരു പലസ്തീൻ രാഷ്ട്രവാദം എന്തുകൊണ്ട് ഇവർ ഉന്നയിച്ചില്ല? അപ്പോൾ അവരൊക്കെ അംഗീകരിച്ച ഒരു ചരിത്ര സത്യം തന്നെയല്ലേ വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടുന്ന ആ മേഖല ഇസ്രായേലിന് അവകാശപ്പെട്ടതാണ് എന്ന ഒരു അങ്ങനെയൊക്കെ നമുക്ക് പറയാമെങ്കിലും അറബ് രാജ്യങ്ങൾക്ക് ഔപചാരികമായി അങ്ങനെ ഒരു നിലപാടെടുക്കാനാവില്ല. അത് ഭൗമരാഷ്ട്രീയത്തിൻ്റെ അനിവാര്യമായ ഒരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ 1948 മുതൽ, ആദ്യ യുദ്ധം മുതൽ പലസ്തീനിയൻ കോസ് എന്നത് വാഗ്ധോരണിയിൽ മാത്രം ഒതുങ്ങി അറബി ലോകത്തെ സംബന്ധിച്ചിടത്തോളം. 67 നിർണായകമായ യുദ്ധം, അന്നാണ് ഗോലാൻ കുന്നുകൾ സിറിയയിൽ നിന്നും ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത്. ഈ ഡെസേർട്ട്, നെജേവ് ഡെസേർട്ട് കടന്ന് സൈനായ് മരുഭൂമി മുഴുവനായി, ഈജിപ്തിൻ്റെ ഏഷ്യയിലെ കോൺക്ലേവ് ആണല്ലോ സൈനായ് മരുഭൂമി, അത് പൂർണ്ണമായി ഇസ്രായേൽ പിടിച്ചെടുക്കുന്നു. ഈജിപ്ഷ്യൻ മെയിൻലാൻഡിലേക്ക് ഇസ്രായേലി സൈന്യം എത്തുന്നു. ഈജിപ്തിൻ്റെ എയർഫോഴ്സ് ഏതാണ്ട് കംപ്ലീറ്റ്ലി പറന്നു പോകാനാവാത്ത രീതിയിൽ ഡെസിമേറ്റഡ് ആയിരുന്നു, ഗ്രൗണ്ടിൽ തന്നെ ഗ്രൗണ്ടഡ് ആകുന്നു. ജോർദാനിൽ നിന്നും വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നു. ഇസ്രായേലിന്റെ ഭൂമി ഏറ്റവും അധികം വ്യാപകവൽക്കരിച്ചത്, വിന്യസിച്ചത്, ഇന്ന് കാണുന്ന രൂപത്തിൽ ഇസ്രായേലിന്റെ ഭൂമിയുടെ വലിപ്പം വെച്ചത് 67 യുദ്ധത്തിലാണ്. പിന്നീടുള്ള നീക്കുപോക്കുകളുടെ രാഷ്ട്രീയമാണ് പിന്നീടുണ്ടായത്. ഈ നീക്കുപോക്കുകൾ സംഭവിച്ചപ്പോൾ അവിടെ പലസ്തീനിയൻ കോസ് അല്ല അഡ്രസ് ചെയ്തത്, മറിച്ച് തങ്ങളുടെ നഷ്ടപ്പെട്ട ഭൂമി എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നതായിരുന്നു സിറിയയുടെയും ജോർദാന്റെയും ഈജിപ്തിന്റെയും ഒക്കെ മോഹം. അതിൽ ഈജിപ്തിന്റെ മോഹം മാത്രമാണ് പൂ അണിഞ്ഞത്. അതിന് ഈജിപ്തിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്നു. 1978 ക്യാമ്പ് ഡേവിഡ് അക്കോർഡിലൂടെ ഇസ്രയേലുമായി സൗഹൃദം ഫോർമലായി സ്ഥാപിക്കുന്ന ആദ്യ രാജ്യമായി ഇസ്രായേലി പ്രധാനമന്ത്രി ബെനച്ചം ബെഗിനും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അൻവർ സാദത്തും തമ്മിൽ ക്യാമ്പ് ഡേവിഡിൽ വെച്ച് ജിമ്മി കാർട്ടറുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച ആ ഒരു ഉടമ്പടിയോടുകൂടി ഇസ്രയേലിന്റെ ഒരു വൻ വിജയമാണ്. ഒരു കറുത്ത ആടായി മാറി അറബ് ലോകത്തെ തങ്ങളുടെ കോസിനെ വഞ്ചിച്ച മുട്ടനാടായി മാറി ഈജിപ്റ്റ്. അങ്ങനെ ഈജിപ്തിനെ പ്ലക്കേറ്റ് ചെയ്തു. പിന്നീട് പല 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 ഘട്ടങ്ങളായി, ഘട്ടം ഘട്ടമായി, അവസാനം അബ്രഹാമിക് കരാറിലെത്തുന്നത് വരെ പല ഘട്ടങ്ങളിലായി അറബ് ലോകത്തെ ഓരോരോ ശക്തികൾ ഇസ്രയേലുമായി ഒരു യുദ്ധമില്ല കരാറിലേക്കോ സൗഹൃദ കരാറിലേക്കോ ഒക്കെ തന്നെ അബ്രഹാമിന്റെ പേരിൽ അബ്രഹാമിക് കരാറുകളായി നീങ്ങുന്നു. ഈ ഒരു കാര്യം നിർബാധം മുന്നോട്ട് പോയപ്പോൾ എല്ലാവരും സൗകര്യപൂർവ്വം മറന്ന ഒരു കാര്യമാണ് പലസ്തീൻ എന്ന രാജ്യം. അതിനിടയിൽ 1993 ഓസ്ലോ കരാർ ഉണ്ടാകുന്നു, 95 രണ്ടാം ഓസ്ലോ കരാർ ഉണ്ടാകുന്നു. ഇതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ലോകവേദികളിൽ ശബ്ദമുണ്ടാക്കും എന്നല്ലാതെ ഒരു നീക്കം നടത്താൻ ഒരു അറബ് രാജ്യവും നേരിട്ട് ഇസ്രായേലുമായി സംസാരിക്കാൻ തയ്യാറായില്ല. ലോകവേദികൾ ഉന്നയിക്കുന്നതല്ലാതെ അതിനെ ഒരു കരയിൽ എത്തിക്കാൻ ആരും ശ്രമിച്ചില്ല. അതൊരു യുദ്ധം കൊണ്ടല്ലാതെ ഒരുപക്ഷെ നടക്കില്ല. അറബ് ലോകം യുദ്ധം ചെയ്യില്ല. ചെയ്ത യുദ്ധങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ സമനിലയിൽ പിരിഞ്ഞു, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആധിപത്യത്തിൽ അവസാനിച്ചു. ഏക രാജ്യം ഇറാനാണ്. ഇറാൻ അറബ് മേഖലയ്ക്ക് പുറത്തു കിടക്കുന്ന രാജ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ വലിയ ഒരു സമ്മർദ്ദം അറബ് ലോകം അനുഭവിക്കുന്നു. രണ്ട് രാജ്യങ്ങൾ വൻ സമ്മർദ്ദത്തിലാണ്. ഇത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും. ഒന്ന്, ഈജിപ്റ്റ് ഈസ് ഇൻ ഡയർ സ്ട്രെയിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ അതിർത്തിയിൽ, റഫ അതിർത്തിയിൽ, പ്രത്യേകിച്ച് ഗസയിൽ നിന്ന് ഈജിപ്തിന്റെ സൈനായ് മേഖലയിലേക്ക് അഭയാർത്ഥികൾ, ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇരച്ചു കയറാനുള്ള സാധ്യത അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി, അതേസമയം പുറം ലോകം ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നു എന്ന ഭാവേന വ്യാജേന 1,00,000-ലധികം സൈനികരെയാണ് ഇപ്പോൾ ഈജിപ്റ്റ് സൈനായ് മരുഭൂമിയിൽ ഇസ്രായേൽ അഭിമുഖമായി വിന്യസിച്ചിരിക്കുന്നത്. അതൊരു കാര്യം. രണ്ട്, സൗദി അറേബ്യ ഹാസ് entered into a strategic pact, military pact with പാകിസ്ഥാൻ. ഇസ്ലാമിക ലോകത്തെ ഏക ശക്തി, ന്യൂക്ലിയർ ശക്തിയായ പാകിസ്ഥാനുമായി ഒരു കരാർ. നമുക്ക് തോന്നാം ഇസ്രായേലിന്റെ ആക്രമണം ഇവിടെ ഖത്തറിൽ, ദോഹായിൽ നടന്നതിന്റെ ഒരു സ്വാഭാവിക പ്രതികരണം എന്ന നിലയിലാണ്. പക്ഷെ സൗദിയും ബുദ്ധിപൂർവ്വം കളിച്ചിരിക്കുന്നു. അങ്ങനെ തോന്നത്തക്ക രീതിയിൽ യഥാർത്ഥത്തിൽ ഇറാനിൽ നിന്നൊരു ആക്രമണം ഭാവിയിൽ അവസാനിപ്പിക്കണമെങ്കിൽ ഇറാനുമായും അത്ര ചങ്ങാത്തത്തിലല്ലാത്ത പാകിസ്ഥാനുമായി ഒരു ധാരണ ഉണ്ടാകുന്നത് നന്ന്. അപ്പോൾ സൗദി അറേബ്യ, ഈജിപ്റ്റ് മുതലായ രാജ്യങ്ങൾ
തന്ത്രപരമായ ഒരു നിലപാടെടുക്കുന്നു. അപ്പോഴും അറ്റ് ദ ബാക്ക്ഡ്രോപ്പ് പലസ്തീനിയൻ കോസ് ഉണ്ട്. ഇപ്പോൾ നടക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി മീറ്റിംഗിൽ അറബ് രാജ്യങ്ങൾ എടുക്കുന്ന നിലപാട്, ആരാണ് ഒരു പ്രമേയം കൊണ്ടുവരിക? പലസ്തീൻ അനുകൂല ഒരു പ്രമേയം വന്ന് അത് ചർച്ച ചെയ്ത് പാസ്സാക്കുമെന്ന കാര്യത്തിൽ 100 വട്ടം ഉറപ്പാണ്. പക്ഷേ അതുകൊണ്ട് എന്ത് പ്രയോജനം? സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്ക വീറ്റോ ചെയ്യുന്നിടത്തോളം കാലം 4 രാജ്യങ്ങൾ സെക്യൂരിറ്റി കൗൺസിലിൽ പലസ്തീനോടൊപ്പം നിൽക്കും. P5 ഫ്രാൻസ്, ബ്രിട്ടൻ, മുമ്പ് തന്നെ നിലപാട് വ്യക്തമാക്കിയ ചൈന, റഷ്യ രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കുകയും അമേരിക്ക മാത്രം വീറ്റോ ചെയ്യുകയും ചെയ്യുന്ന അന്തരീക്ഷമുണ്ടാകും. അപ്പോഴും സാങ്കേതികമായി പലസ്തീനിയൻ രാഷ്ട്രത്തിന് there is a population, there is a fragmented territory, there is a kind of hodgepodge government, but no sovereignty. Who will guarantee that? ഈ 4 രാജ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രമുണ്ടാകൂ. പരമാധികാരമില്ലാത്ത വെറുമൊരാശയമായി പലസ്തീൻ ഇപ്പോഴും നിൽക്കുന്നു. അതുതന്നെയായിരിക്കും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. 1969 അന്ന് സീനായ് മേഖല ഒരു പലസ്തീന് വേണ്ടി വെട്ടുകൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈജിപ്തിനുണ്ടായിരുന്നു. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പലസ്തീനികളെ നിഷ്ഠൂരമായി വധിച്ച ഒരു രാജ്യം ഈജിപ്റ്റ് തന്നെയല്ലേ? അവരുടെ മേഖലയിലേക്ക് അതിക്രമിച്ച് കിടന്ന പലസ്തീനികളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കുകയാണ് അവർ ചെയ്തത്. ഒരിക്കലും പലസ്തീനികൾക്ക് നീതി കൊടുക്കാൻ ജോർദാനോ ഈജിപ്റ്റോ അത്ര കണ്ട് ശ്രമിച്ചിരുന്നില്ല. അപ്പോൾ എല്ലാ ചൂണ്ടുവിരലുകളും ഇസ്രായേലിനും നേർക്ക് മാത്രം ഉയർത്തുന്നതിൽ യുക്തിയുണ്ടോ? ഇവിടെ ഒരു നമ്പേഴ്സ് തിങ്. ഇവിടെ ഒരു അറബി ഇസ്ലാമിക അല്ലെങ്കിൽ വിശാല ഇസ്ലാമിക ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് പലസ്തീനിയൻസ് ഞങ്ങളുടെ ബ്രദേഴ്സാണ്. യഥാർത്ഥത്തിൽ എല്ലാ പലസ്തീനിയൻസും മുസ്ലിംസ് അല്ല എന്ന് കൂടി ഓർക്കണം. അവിടെ ക്രിസ്ത്യൻസ് ഉണ്ട്, എഗ്നോസ്റ്റിക്സ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്, മറ്റ് മതസ്ഥർ ധാരാളമുണ്ട്. ഇസ്രായേൽ ഉള്ളിലും ജൂതന്മാരല്ലാത്ത എത്രയോ മറ്റു മതസ്ഥരാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇതൊരു ഒരു മെൽറ്റിംഗ് പോട്ട് കൾച്ചറാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. പക്ഷേ അവിടെ കൊടുക്കുന്ന നറേഷൻ മറ്റൊന്നാണ്. അതുകൊണ്ട് ഈ നമ്പേഴ്സ് ഗെയിമിൽ യഥാർത്ഥത്തിൽ അറബ് ഇസ്ലാമിക ലോകത്ത് വലിയ ഇസ്ലാമിക രാജ്യങ്ങൾ 60ഓളം ഉണ്ട് ലോകത്ത്. ഈ രാജ്യങ്ങൾ വിവിധ സ്വരങ്ങളിൽ സംസാരിക്കാറില്ല പൊതുവെ, പക്ഷേ പ്രവൃത്തിയിൽ വിവിധ സ്വരങ്ങളിൽ തന്നെയാണ് പ്രവൃത്തിയിൽ. അതുകൊണ്ടാണ് പലസ്തീനിയൻസ് എക്കാലത്തും എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം അവർ പീഡനം അനുഭവിച്ചു, ബാധ്യതയായി മാറുന്നു. അല്ലെങ്കിൽ പലസ്തീനിയൻസ് ഇസ്രായേലിന്റെ പുറത്ത് ഈജിപ്തിലും ജോർദാനിലും മറ്റു രാജ്യങ്ങളും ബാധ്യതയായി മാറുന്നു എന്ന ഒരു ഇമേജാണ്. അതുകൊണ്ടാണ് GCC രാജ്യങ്ങൾ ഉൾപ്പെടെ കാര്യമായ പ്രതികരണത്തിലേക്ക് നീങ്ങാഞ്ഞത്. ഇപ്പോഴിതാ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ പലസ്തീനിയൻ കേന്ദ്രങ്ങളിലാണ് അല്ലെങ്കിൽ ഹമാസ് കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെങ്കിൽ പോലും ഒരു ലക്ഷ്മണ രേഖ അവിടെ ലംഘിക്കപ്പെട്ടു എന്ന ഒരു ചിന്ത അറബ് ഇസ്ലാമിക ലോകത്തുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കും തങ്ങളുടെ സ്ഥാനം. ഇറാനും തുർക്കിയും ബുദ്ധിപൂർവ്വം കളിക്കും. കാരണം തുർക്കി നെയ്റ്റോയിൽ അംഗരാജ്യമാണെന്ന് ഓർക്കണം. ഇസ്രായേൽ തുർക്കിയെ ആക്രമിക്കാനാവില്ല. കാരണം തുർക്കി എന്ന നെയ്റ്റോ രാജ്യത്തെ ഇസ്രായേൽ ആക്രമിച്ചാൽ തുർക്കിക്ക് ഡിഫൻസുമായി അമേരിക്ക ഉൾപ്പെടെയുള്ള നെയ്റ്റോ രാജ്യങ്ങൾ എത്തേണ്ടി വരും. അതാണ് നെയ്റ്റോയുടെ ഘടന. പക്ഷെ ഇറാൻ അങ്ങനെയല്ല. ഇറാൻ നെയ്റ്റോ രാജ്യമല്ല. ഇറാൻ എന്ന രാജ്യവും തുർക്കി എന്ന രാജ്യവും ബുദ്ധിപൂർവ്വം ഈ പലസ്തീനിയൻ കോസ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയാൽ അറബ് രാജ്യങ്ങൾക്ക് മുഖത്ത് അടിയേറ്റതുപോലെയാവും. ഇതുകൊണ്ടാണ് ഒരുപക്ഷെ അറബ് ലോകം ഇപ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നതും. കഴിഞ്ഞ ആഴ്ച ഖത്തറിൽ ദോഹയിൽ വെച്ച് നടന്ന അറബി ലീഗ് സമ്മേളനത്തിൽ വലിയ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായതും അതിന്റെ സ്പിരിറ്റ് ഇപ്പോൾ നടക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി മീറ്റിംഗിൽ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് 2 കാരണങ്ങളില്ലേ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പെട്ടെന്ന് പലസ്തീൻ രാഷ്ട്രവാദം ഉയർത്താൻ. ഒന്ന്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഫ്രാൻസിൽ ഉയർന്നു വന്ന വലിയൊരു വിമത ശബ്ദം കേട്ടു. പല പ്രാദേശിക മേഖലകളും കേന്ദ്രീകരിച്ച് അതത് മേയർമാരുടെ നേതൃത്വത്തിൽ പലസ്തീൻ പതാകകൾ ഉയർത്തുന്നു, പലസ്തീനിയൻ റാലികൾ സംഘടിപ്പിക്കപ്പെടുന്നു. ഇത് ബ്രിട്ടനിൽ സർവ്വസാധാരണമായൊരു കാഴ്ചയായിരുന്നു. ബ്രിട്ടനിൽ കടന്ന് നമ്മൾ ഓസ്ട്രേലിയയിൽ ഇത്തരം പലസ്തീൻ വാദം കേട്ടു. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് കാലാകാലങ്ങളായി ഉണ്ടായ കുടിയേറ്റത്തിൻ്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഒരു രാക്ഷസഭാവമല്ലേ ഇപ്പോൾ പലസ്തീനെ അനുകൂലിക്കേണ്ടി വന്ന ഈ രാജ്യങ്ങളുടെ ഗതികേട്? അവിടെയല്ലേ റോബിൻസനെ പോലെയുള്ള ഒറ്റപ്പെട്ട വലതുപക്ഷ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്നത്? ഇപ്പോൾ UK ഉയർന്നു കേൾക്കുന്ന ആ ശബ്ദം സമാനമായ സാഹചര്യത്തിലോ അതിനേക്കാൾ ഉച്ചത്തിലോ ഫ്രാൻസിൽ നിന്ന് മുഴങ്ങാൻ അധികം സമയം വേണ്ട. നമുക്കറിയാം, ഒരു 10 വർഷം മുൻപ് തീവ്ര വലതുപക്ഷ ചിന്താഗതികളുമായി ഫ്രാൻസിൽ ഒരു ആൻറ്റി ഇസ്ലാമിക് മുദ്രാവാക്യവുമായി വന്ന മക്രോൺ പോലും ഇപ്പോൾ സമവായത്തിൻ്റെ പാതയിലെത്തി പിടിച്ചു നിൽക്കാൻ. ഇവിടെ ഇത് 2 തലയുള്ള വാളാണ് യൂറോപ്പ് പിടിച്ചിരിക്കുന്നത്.
യഥാർത്ഥത്തിൽ യൂറോപ്പ് ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ യഥാർത്ഥ പ്രശ്നം കുടിയേറ്റം തന്നെയാണ്. അതായത് സിറിയൻ കുടിയേറ്റം എന്നൊക്കെ നമ്മൾ ഭംഗ്യാന്തരേണ പറയുന്ന അറബ് ഇസ്ലാമിക ലോകത്ത് നിന്നുള്ള കുടിയേറ്റമാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പലസ്തീനിയൻ കുടിയേറ്റം 700% വർദ്ധിച്ചു എന്നാണ് ബ്രിട്ടനിലെ കണക്കുകൾ. വൻതോതിലാണ് പലസ്തീനിയൻ കുടിയേറ്റം. സിറിയ, അതുപോലെ പിന്നെ മറ്റ് അറബി രാജ്യങ്ങൾ, സിറിയ മാത്രമല്ല കിഴക്കൻ പ്രദേശത്തെ പല രാജ്യങ്ങളും, അവിടെ നിന്നെല്ലാം തന്നെ യൂറോപ്പിലേക്കാണ് ഈ ആളുകൾ വരുന്നത്. യൂറോപ്പിന് വലിയൊരു ബാധ്യതയായി അത് മാറുന്നു. ഡെമോഗ്രഫി തന്നെ മാറുകയാണ്, ഇവിടുത്തെ ജനസംഖ്യാനുപാതം തന്നെ മാറുകയാണ്. അതുകൊണ്ട് തീവ്ര റാഡിക്കൽ പലസ്തീൻ അനുകൂല സംഘടനകൾ ബ്രിട്ടനിലും ഫ്രാൻസിലും ഈവൻ ഇറ്റലിയിൽ പോലും വലിയ പലസ്തീൻ അനുകൂല അതേസമയം അത്രയധികം ജൂതന്മാരില്ല. അപ്പൊ ജൂത അനുകൂല വികാരം അമേരിക്കയിൽ ഉണ്ടെങ്കിൽ പോലും യൂറോപ്യൻ രാജ്യങ്ങൾ ആ രീതിയിൽ മുൻകാലങ്ങളിൽ ഹിറ്റ്ലർ, നാസിപ്പട, പ്രധാനപ്പെട്ട യൂറോപ്പ് ജൂത സെന്റേഴ്സ് എല്ലാം തന്നെ തച്ചുടച്ചു. അതിനുശേഷം ജൂതന്മാരുടെ എണ്ണം വലുതായിട്ട് യൂറോപ്പിൽ വളർന്നില്ല എന്നതാണ് സത്യം. റഷ്യൻ ജൂതന്മാർ ഇപ്പോഴും ഉണ്ട്, ചെറിയ തോതിലുണ്ട്, അത് വിസ്മരിക്കുന്നില്ല. അവിടെ നോക്കുമ്പോൾ ഗവൺമെന്റുകൾ ദേ ആർ ഇൻ എ catch 22 സിറ്റുവേഷൻ. എന്താണ്, ഒരു വശത്ത് ഈ സംവിധായകർ, അവര് വംശജരായ ആളുകൾ പൗരന്മാരായി മാറി അവരുടെ വോട്ട് വളരെ പ്രധാനമാണ്, നിർണായകമാണ്. അതുകൊണ്ടാണ് മാക്രോണിന്റെ കാര്യം എടുത്തു പറയുന്നത്. ഫ്രാൻസിൽ മാക്രോൺ ഉൾപ്പെടെ ഒരു മിതവാദ നിലപാടിലേക്ക് നീങ്ങേണ്ടി വരുന്നു. കെയർ സ്റ്റാമർ തീർച്ചയായും അവര് ഈ കുടിയേറ്റ വിരുദ്ധത പറയാനാവില്ല. കാരണം അവര് ലേബർ പാർട്ടിക്ക് ഇപ്പോൾ കിട്ടുന്ന വോട്ടിന് ഭരണത്തിലേക്ക് വരില്ലെന്നാണ് സർവേകൾ പറയുന്നത്. ഇനി വരില്ല. കാരണം കൺസർവേറ്റീവ് പാർട്ടി പുറത്തു പോകേണ്ടി വന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അപ്പൊ അവിടെ കൺസർവേറ്റീവ്സ് വിൽ കം ബാക്ക് ടു പവർ. അവിടെ വൻതോതിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്ന രാജ്യമാണ് ബ്രിട്ടൻ. അതുകൊണ്ട് എന്തിന് ഇപ്പോൾ കെയർ സ്റ്റാർമർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് ചോദിച്ചാൽ, ദിസ് ഈസ് സംതിങ് ലൈക്ക് എ പാനിക് ആക്ട്. അതുകൊണ്ട് ഇത് അത്ര ബുദ്ധിപരമായ ഒരു തീരുമാനമാണോ? റാഡിക്കൽ റൈറ്റ് വിങ്, അതായത് ട്രംപ് പ്രതിനിധാനം ചെയ്യുന്നതിന് തുല്യമായ വലതുപക്ഷ ശക്തികൾ കൂടുതൽ ശക്തിപ്പെടാൻ, വൈറ്റ് മെൻസ് യൂറോപ്പ് കൺസർവേറ്റീവ് യൂറോപ്പായി മാറുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ ഇനിയുള്ള കാലങ്ങളിൽ കാണാം. എക്സ്ട്രീം റൈറ്റ് വിങ് ഗ്രൂപ്പുകൾ യൂറോപ്പിൽ ഇനി തലപൊക്കാനും അതൊരു നാസി കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലേക്ക് യൂറോപ്യൻ രാഷ്ട്രീയത്തെ കൊണ്ടുപോകുകയും ചെയ്യുമോ എന്നൊരു ഭീതി എല്ലായിടത്തുമുണ്ട്. അതിൻ്റെ ഒരു കാറ്റലിസ്റ്റ് ആകുമോ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്ത തീരുമാനങ്ങൾ? ഇതൊരു നോക്കിക്കാണേണ്ട കാര്യമാണ്. പക്ഷെ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് തന്നെയാണ് ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ എടുത്തിരിക്കുന്നത് എന്ന് തന്നെ കാണാം. മറുവശത്ത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപം, ഒന്നാം ലോകമഹായുദ്ധത്തിനും രണ്ടാം ലോകമഹായുദ്ധത്തിനും ഇടയിലുള്ളൊരു കാലഘട്ടം എടുത്തു പറയേണ്ടതാണല്ലോ. അപ്പോൾ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള തുടർച്ചയായുള്ള ശ്രമങ്ങൾ, അതിന് അമേരിക്കയ്ക്കൊപ്പം നീങ്ങുന്നു. പക്ഷേ ഇതിനിടയിൽ അമേരിക്കയെ തങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കണ്ട് ഇസ്രയേൽ ഭൗമ രാഷ്ട്രീയത്തിൽ കുതിച്ചുയരുന്ന കാഴ്ച. ഈ പോക്ക് പോയാൽ ഇസ്രയേൽ ഒരു അജയ്യ ശക്തിയായി മാറും എന്ന് പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഒരു ഭയം തോന്നിത്തുടങ്ങിയോ? അതിൻ്റെ കൂടിയാണ് ഒന്നൊതുക്കാം എന്ന് കരുതിയോ? ഇസ്രയേലിൻ്റെ ജെറീക്കോ മിസൈലുകൾക്കൊക്കെ പ്രഹരശേഷി വലുതാണ്. 6000 കിലോമീറ്റർ വരെയാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഏത് യൂറോപ്യൻ രാജ്യത്തിൻ്റെയും അഗ്രം വരെ, ഈവൻ സ്കോട്ട്ലൻഡിൻ്റെ വടക്കേ അറ്റം വരെ, ഈവൻ ഗ്രീൻലാൻഡിൽ ഉൾപ്പെടെ പതിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇസ്രായേലിൽ നിന്ന് തുടക്കാൻ കഴിയും. കാരണം അറബ് രാജ്യങ്ങളുമായുള്ള ഇസ്രായേലിൻ്റെ അറബ് കരാർ പോലും, എബ്രഹാം കരാർ പോലും അതിന് തടയിട്ടുകൊണ്ടിരുന്ന ഇതുവരെ യൂറോപ്യൻ യൂണിയനാണ്. പക്ഷേ അതിപ്പോൾ മാറുന്നു. ഇപ്പൊ യൂറോപ്പ്, അതുകൊണ്ടാണ് ഞാൻ കാൽക്കുലേറ്റ് റിസ്ക് ആണെന്ന് പറഞ്ഞത്. അമേരിക്ക പക്ഷേ കുറച്ചുകൂടി തന്ത്രപരമായി, ട്രംപിന്റെ ഒരു തന്ത്രമാണോ അതോ അദ്ദേഹത്തിന്റെ ഉപദേശകരുടെ തന്ത്രം വിജയിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. റഷ്യയെ പെർമനന്റ് ആയി യൂറോപ്പ് വിരുദ്ധമായി അല്ലെങ്കിൽ പടിഞ്ഞാറൻ യൂറോപ്പിനെ ഒരു ത്രെട്ടായി നിലനിർത്തേണ്ടത് ഇപ്പോൾ അമേരിക്കയുടെ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ അമേരിക്ക അനുകൂലമായി പടിഞ്ഞാറൻ യൂറോപ്പ് ആത്യന്തികമായി ചിന്തിക്കൂ. അല്ലെങ്കിൽ റഷ്യ ഒരു ത്രെട്ട് അല്ല, ഇറാനും ഒരു ത്രെട്ട് അല്ല എങ്കിൽ റഷ്യ ആൻഡ് ഇറാൻ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ സ്പെക്ട്രം വേണ്ടത് അമേരിക്കയുടെ ആവശ്യം തന്നെയാണ്. യൂറോപ്യൻ രാജ്യങ്ങളെ ട്രാൻസ് അറ്റ്ലാന്റിക് ബന്ധം ഒരു അടിമ ഉടമ രീതിയിൽ നിലനിർത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമായി വരുന്നു. അത് തുടരണമെങ്കിൽ റഷ്യൻ വിഷയം അവസാനിക്കാൻ പാടില്ല. ഒരു കണക്കിൽ പറഞ്ഞാൽ ഉക്രൈൻ വിഷയം അവസാനിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ പറയും, അമേരിക്ക പോയി പണി നോക്കാൻ പറയും. ഈ ചരിത്രപര ബന്ധമൊക്കെ കൊള്ളാം, പക്ഷേ വ്യാപാര കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പരിഗണനയുമില്ലായിരുന്നല്ലോ. ഇപ്പൊ യൂറോപ്യൻസ് കണ്ണുമടച്ച് അമേരിക്കൻസിനെ വിശ്വസിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് അമേരിക്ക ഈസ് ഓൾസോ ട്രെഡിങ് വെരി കോഷ്യസ്ലി. ഇതിൻ്റെ എല്ലാം കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യവും അതിൻ്റെ പലസ്തീനോടുള്ള നിലപാടും അധിനിവേശവും എല്ലാം തന്നെയാണ്. അതുകൊണ്ടാണ് അതീവ സങ്കീർണമായ ഭൗമരാഷ്ട്രീയത്തിലേക്ക് ഈ ഒരു ആ ഫേസിലേക്ക് ഓൾറെഡി നമ്മൾ കടന്നു കഴിഞ്ഞു.
ശരിയാണ് അങ്ങയുടെ നിരീക്ഷണങ്ങൾ. ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗം ലോകത്തിലെ ഏറ്റവും വിശുദ്ധ മണ്ണാണ് എന്ന് യഹൂദന്മാർ വിശ്വസിക്കുന്നു. ആ മേഖലയെ അതിൻ്റെ പരിപാവനമായി സൂക്ഷിക്കേണ്ട ആവശ്യകത യഹൂദരുടെ കുഞ്ഞുനാൾ മുതൽ അവർ പഠിച്ചു വരുന്നതാണ്. പക്ഷേ ആ മണ്ണ് ഏറെ മലീമസപ്പെട്ടു എന്നാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പരിദേവനം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, ജെറുസലേം ദേവാലയം മൂന്നാമതെയും പണി കഴിക്കുന്നു. ശലോമോന്റെ കാലത്ത്, ശലോമോന്റെയും കാലത്ത് പണിത ഒന്നാം ദേവാലയം. നെബൂഖദ്നേസർ അതിന്റെ ആധിപത്യം വന്നു കഴിഞ്ഞ BC 6-ാം നൂറ്റാണ്ടിൽ തകർത്തതിന് ശേഷം വീണ്ടും അത് ഉയർന്നു വന്നു. ക്രിസ്തുവിന് ശേഷം AD 70-ാം ആണ്ടിന് ശേഷം AD 130 യെരുശലേം ദേവാലയം രണ്ടാമതും പൂർണ്ണമായും തകർന്നു. മൂന്നാമത്തെ യെരുശലേം ദേവാലയം പണി കഴിക്കുന്ന സമയത്ത്, പണി കഴിച്ചാൽ ഇപ്പോഴും ചില സുഗന്ധദ്രവ്യങ്ങൾ കൂടി കിട്ടാറുണ്ട്, ചില ചേരുവകൾ കൂടി കിട്ടാറുണ്ട്. അത് കഴിഞ്ഞാൽ അത് പണിയുമെന്നാണ്. അതോടെ ലോകാവസാനം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഭൗമ രാഷ്ട്രീയ ശക്തികളും അവസാനം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജെറൂസലേമിന്റെ മണ്ണിലേക്കാണ് എല്ലാവരും നോക്കുന്നത്. അത് വിധി വൈപരീത്യം എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു കൾച്ചറൽ സെറ്റിംഗ് നിന്നുകൊണ്ട് ജെറൂസലേമിനെ പ്രധാനപ്പെട്ടതായി കാണേണ്ടതില്ല. ഇന്ത്യയിൽ നിന്നുകൊണ്ട് ജെറൂസലേമിനെ എങ്ങനെയാണ് സ്വാഭാവികമായ ഒരു അന്ത്യനാളുകളുടെ ഓർമ്മപ്പെടുത്തലാണോ? ആ രീതിയിലുള്ള ഇപ്പൊ ബിബ്ലിക്കൽ പ്രവചനങ്ങൾ ശരിയായി വരുന്നു എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ യെരുശലേം ദേവാലയം എന്നത് യെരുശലേമിലേക്ക് കണ്ണുകൾ നീളുന്നു. വിത്ത് പിഞ്ച് ഓഫ് സോൾട്ട് നമ്മൾ അങ്ങനെ നോക്കേണ്ടി വരുന്നു. അല്ല, അന്ത്യനാളുകളിൽ ആ മണ്ണ് വീണ്ടെടുക്കും എന്നുള്ള ഒരു വാക്യവും അവിടെ കിടക്കുന്നു. ജൂതന്റെ വീണ്ടെടുപ്പ്, ഇസ്രായേൽ ജൂതൻ യെരുശലേം നഗരം വീണ്ടെടുക്കുകയാണെങ്കിൽ അത് ലോകാവസാനത്തിലേക്കാണോ നീങ്ങുന്നത്? ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഗതിവിഗതികൾ നോക്കിയാൽ അതിലേക്ക് തന്നെയാണ് ഇപ്പോൾ നീങ്ങുന്നത്. കാരണം മറ്റെല്ലാ ശക്തികളും ഇതിനു മുമ്പിൽ പകച്ചു നിൽക്കുകയാണ്. ജെറുസലേം നഗരത്തിൻ്റെ ഭാവിക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയോടൊരു നല്ല ലോകക്രമത്തിന് വേണ്ടി കാത്തിരിക്കാം. എന്തായാലും പാശ്ചാത്യ ലോകത്ത് നിന്ന്, പ്രത്യേകിച്ച് ഇപ്പോൾ ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സഭാ സമ്മേളനത്തിൽ നിന്ന് നല്ല വാർത്തകൾ പുറത്തേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.